നമസ്കാരം. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മയെ ഇനി ശ്വേത മേനോൻ നയിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ദേവനെയാണ് ശ്വേത മേനോൻ പരാജയപ്പെടുത്തിയത്. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അമ്മയുടെ ഭരണം ഇനി വളയിട്ട കൈകളിലാണ്. ഏറെക്കാലത്തെ പുരുഷ മേധാവിത്വത്തിനാണ് സംഘടനയിൽ തിരശീല വീഴുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം. 233 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിലെ 507 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുണ്ടായിരുന്നത്. ഇതിൽ 298 പേരാണ് സമ്മതിദാനം രേഖപ്പെടുത്തിയത്. ദേവനും ശ്വേത മേനോനുമായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. രവീന്ദ്രൻ, കുക്കു പരമേശ്വരൻ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷററായി ഉണ്ണി ശിവപാലാണ് വിജയിച്ചത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 1999 രൂപീകൃതമായ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയാണ് അമ്മ. MG സോമൻ, മധു എന്നിവർക്ക് ശേഷം സുദീർഘകാലം ഇന്നസെന്റ് ആയിരുന്നു സംഘടനയുടെ പ്രസിഡന്റ്. 2018 മുതൽ 2021 വരെ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തെത്തി. 2021 2024 തുടർച്ചയായി എതിരില്ലാതെയായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടത്. ലൈംഗിക അപവാദങ്ങളിൽപ്പെട്ടായിരുന്നു ഭരണസമിതി പിരിച്ചുവിട്ടത്. ഇതോടെ മറ്റൊരു ചരിത്രത്തിനാണ് 2025 ഓഗസ്റ്റ് 15 സാക്ഷ്യം വഹിച്ചത്. പിറന്നതു മുതൽ ഐക്യകണ്ഠേന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയെന്ന പതിവിന് വിപരീതമായാണ് ഇത്തവണ വാശിയേറിയ പോരാട്ടം സംഘടനാ തെരഞ്ഞെടുപ്പിൽ നടന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ 10 മുതൽ 1 മണി വരെയായിരുന്നു എറണാകുളം ലുലു മാരിയറ്റ് ഹോട്ടലിൽ വോട്ടെടുപ്പ് നടന്നത്. ചേരിതിരിഞ്ഞ പോരാട്ട വീര്യമായിരുന്നു പത്രികാ സമർപ്പണം മുതൽ കാണാനായത്. പല പ്രമുഖരും മത്സരിക്കാൻ സന്നദ്ധരായിരുന്നുവെങ്കിലും ചില സമവായങ്ങൾക്കായി മത്സരത്തിൽ നിന്നും പിന്നീട് പിന്മാറുകയായിരുന്നു. ഒടുവിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ദേവനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും ഏറ്റുമുട്ടിയത്. വാശിയേറിയ പ്രചാരണ ഘട്ടത്തിൽ നടീനടന്മാർ പലർക്കുമെതിരെയും ആരോപണങ്ങൾ ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിച്ചിരുന്നു. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളും കേസും നിലനിൽക്കവെയാണ് ശ്വേത മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കടുത്ത പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന മേഖലയാണ് മലയാള സിനിമാ രംഗമെന്നത് ഇനി തെളിയിക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല. ആ സാഹചര്യങ്ങളിൽ നേതൃസ്ഥാനത്തേക്ക് വനിതകൾ എത്തുന്നതോടുകൂടി അമ്മയിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇനി അറിയാനുള്ളത്. വനിതകളുടെ കൈകൾ സംഘടനയുടെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ നടിമാർ നേരിടുന്ന ദുരിതങ്ങൾക്ക് മലയാള സിനിമയിൽ അറുതി വരുത്തുകയായിരിക്കാം എന്ന് പ്രത്യാശിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.